രഞ്ജുവാണ് ദിവസങ്ങളിലേക്ക് സ്വാഗതം. വിദേശയാത്ര പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് തിങ്സ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ US-ന്റെ വിസയെ പറ്റിയാണ് നോക്കുന്നത്. അത് B1 B2 വിസിറ്റിംഗ് വിസയെ പറ്റിയാണ്. അവിടെ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ആണ്. മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു US-ന്റെ ഈ വിസിറ്റിംഗ് വിസ എടുത്താൽ കിട്ടുന്ന അഡ്വാൻറ്റേജ് 10 വർഷത്തെ വിസയാണ്. അതിൻ്റെ എന്തെല്ലാം നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടുമെന്ന് മുന്നേ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നോർമലി നമ്മളിപ്പോൾ ഇവിടുന്ന് വിസിറ്റിംഗ് വിസയ്ക്ക് B1 B2 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോർ ദാൻ 1 ഇയേഴ്സ് വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അതുവരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റിൻ്റെ ഉള്ള ഡേറ്റ് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ സാറിന് ഇവിടെ നിന്നുള്ളവരൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിദേശയാത്ര പോയിട്ട് അവിടെ അപ്പോയിൻമെൻറ്റ് എടുക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ വിയറ്റ്നാമിലാണെങ്കിൽ വളരെ വെരി ഇമ്മീഡിയറ്റ് തന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും. പല രാജ്യങ്ങളും പല വെയിറ്റിംഗ് പീരീഡാണ്. ഇന്ത്യ ആണെങ്കിൽ വളരെ കൂടുതലാണ് വെയിറ്റിംഗ് പീരീഡ്. അപ്പോൾ നമ്മളിത് ഓവർകം ചെയ്യാനായിട്ട് വിദേശയാത്ര പോയിട്ട് അവിടെ നിന്ന് ചെയ്യുന്ന പരിപാടി അവർ പൂർണ്ണമായിട്ട് നിർത്തുവാണ്. ഇനിയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഹോം കൺട്രി, അതായത് നാഷണാലിറ്റി ഉള്ള കൺട്രിയോ അല്ലെങ്കിൽ റെസിഡൻ്റ് ആയിരിക്കുന്ന കൺട്രിയോ മാത്രമേ പറ്റുള്ളൂ. റെസിഡൻ്റ് ആയ കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ദുബായ് ജോലി ചെയ്യുകയാണ്, അവിടെ റെസിഡൻറ്റ് വിസ ഉണ്ട് എങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാം. അതേപോലെ നമ്മുടെ ഹോം കൺട്രി ഇന്ത്യയിലും അപ്ലൈ ചെയ്യാം. ഇവിടെ രണ്ടും മാത്രമേ ഇനിയും വിസയ്ക്ക് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് ഇൻ്റർവ്യൂവിന് വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. എത്ര നാളാണോ അവിടുത്തെ വെയിറ്റിംഗ് പീരീഡ് അത്രയും നാൾ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റുള്ളൂ. നവംബർ 1 മുതൽ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷനും വർക്കൗട്ട് ആവില്ല. അതുകൊണ്ട് വിസ എടുക്കാൻ B1 B2 വിസ എടുക്കാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നവംബറിന് മുമ്പ് തന്നെ വേറെ വിദേശയാത്ര നടത്തി അവിടെ പോയിട്ട് അവിടുന്ന് ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു, ബൈ.